നമ്മൾ വീടിന്റെ ഇന്റീരിയർ പല ടൈപ്പിൽ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. സ്റ്റെയിൻലെസ് സ്റ്റീലിലും മാത്രം വീടിന്റെ ഇന്റീരിയർ, കിച്ചൺ മാത്രമല്ല കേട്ടോ, ബെഡ്റൂം ആവട്ടെ, വാർഡ്രോബ് ആവട്ടെ, ബാക്കിയുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും സ്റ്റെയിൻലെസ് സ്റ്റീൽ അതേപോലെ തന്നെ സ്റ്റീലിൽ മാത്രം ചെയ്യുന്ന കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള ഒരു സ്ഥാപനത്തിലാണ്. ബർത്ത് ലിവിംഗ് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര്. അപ്പൊ നിങ്ങൾ വീടിന്റെ ഇന്റീരിയർ സെറ്റ് ചെയ്യാൻ ഒരു കമ്പനി നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ബർത്ത് ലിവിംഗ്. അപ്പൊ നമ്മളുടെ കൂടെയുള്ളത് രഞ്ജിത്ത് അതേപോലെ തന്നെ സബിത. ഇവരെന്തൊക്കെയാണ് നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറഞ്ഞുതരും. ഒരു ബേസ് വർക്ക് കഴിഞ്ഞ വീടിന്റെ എല്ലാ വർക്കും, ഇന്റീരിയർ മാത്രമല്ല 100% വർക്കും നമുക്ക് ചെയ്യാൻ കഴിയുമോ? നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു വീട്ടിലേക്ക് ഓരോ റൂമിലേക്കും വേണ്ട പ്രോഡക്ട്സ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കിച്ചൺ, അതുപോലെ തന്നെ റൂമിലേക്ക് വേണ്ട വാർഡ്രോബ്സ്, കോട്ട്, അതുപോലെ തന്നെ ക്രോക്കറി വേണമെങ്കിൽ ക്രോക്കറി, പിന്നെ ഡൈനിങ് ടേബിൾ, ഈവൻ റീസെന്റ് ആയിട്ട് നമുക്ക് സോഫാസ് വരെയും കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാം നമ്മൾക്ക് ഇന്റീരിയേഴ്സിലെ എല്ലാ വർക്കുകളും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഒരു ബേസ് വർക്ക് കഴിഞ്ഞ വീട് നമ്മളെടുത്ത് തരാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള അവരുടെ ഒരു പ്ലാൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവരുടെ വേണ്ട ഒരു റൂമിലേക്ക് വേണ്ട അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഏതൊക്കെയാണ് ഡിസൈനിങ് നമുക്ക് തന്നെ ചെയ്യാം. 10 to 15 മിനിറ്റ്സിൽ നമുക്ക് ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് വേണ്ട രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അതേപോലെ തന്നെ ഇവരുടെ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകത, ഇവരുടെ ഓഫീസിൽ വരികയാണെങ്കിൽ ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ ഡിസൈൻ ഇവർ റെഡിയാക്കി തരും. വലിയ സൈസിൽ നമുക്ക് വീടിന്റെ ഡിസൈൻ, ഇന്റീരിയറിന്റെ ഡിസൈൻ നമുക്ക് 2D 3D ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ അബ്രോഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യും. ഇവരുടെ ഓഫീസിൽ നേരിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതേപോലെ വലിയ സ്ക്രീനിൽ നമുക്ക് ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ആ ഡിസൈൻ നമുക്ക് ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് എന്തൊക്കെ സെറ്റിങ്സ് നമുക്ക് വീട്ടിൽ ചെയ്യാനുണ്ടോ, ഇതുപോലെ ഡിസൈനിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പ്രീ ഡിസൈൻ ഇവർ റെഡി ആക്കി തരില്ല. നമ്മൾ വരുന്ന സമയത്ത് ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ഇതുപോലെ ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ കളർ ചേഞ്ചിങ് കാര്യങ്ങൾ, വീടിന്റെ ഇന്റീരിയറിന്റെ കളറ്, ഫ്ലോറിങ്ങിന്റെ കളറ്, ബാക്കിയുള്ള പ്രോഡക്ട്സിന്റെ ഒക്കെ കളറ് കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ നിമിഷ നേരം കൊണ്ട്, വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കൊട്ടേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാനുള്ള വെയിറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതേപോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇത് കണ്ടില്ല, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സമയം കൊണ്ട് ഇപ്പൊ ഒരു കിച്ചണിന്റെ ഡിസൈൻ റെഡിയായി. ഇതുപോലെ നമുക്ക് വീടിന്റെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീടിന്റെ ഫുൾ ഡിസൈൻ, ഇത് കണ്ടില്ല, കിച്ചൺ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നതും അതിന്റെ ഇൻസൈഡുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിന്റെ ലൈവ് ആയിട്ടുള്ള പ്രൈസും കാണാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ പ്രത്യേകത. നമ്മളിപ്പോ പറഞ്ഞ മാതിരി എല്ലാ പ്രൊഡക്ട്സും നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്കിപ്പോ കിച്ചണിൽ വരികയാണെങ്കിൽ ഓരോരോ യൂണിറ്റ്സ് ആണ് വരുന്നത്. ഏതൊക്കെ യൂണിറ്റ്സ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. നമുക്ക് ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, ഇഷ്ടമുള്ള മാതിരി ചെയ്യാം. അപ്പൊ ഓരോ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിറ്റിനാണ് ഒരു പ്രൈസ് വരുന്നത്. ഇപ്പൊ ഇത് കാണുന്ന ഒരു ഡബിൾ ഡോർ ആയിട്ട് വരുന്ന ഒരു യൂണിറ്റ് ആണ്. ഇത് സെന്ററിൽ ഒരു സെൽഫ് സ്റ്റോറേജ് ആയിട്ട് പർപ്പസിന് വേണ്ടിയിട്ട് വരുന്ന ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, ഇത് വരുന്നത് നമ്മുടെ ടാൻഡം ഡ്രോസ് ആണ്. 2 ഡ്രോ ആയിട്ട് വരുന്ന ഒരു യൂണിറ്റ് ആണ്. ഇത് നമ്മുടെ സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലും ആയിട്ടാണ് കോമ്പിനേഷൻ വരുന്നത്. ഇപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീൽ വേണമെന്നുള്ളവർക്ക് ഇപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മുടെ പുതിയതായിട്ട് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കസ്റ്റമറിന് ഇഷ്ടമുള്ള കളറിൽ കോട്ടഡ് ആയിട്ടാണ്. ഇപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 304 മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ സ്ലൈഡേഴ്സ് നമുക്ക് കുറച്ചും കൂടി, അതായത് ഒരു 35-40 kg വരെയും നമുക്ക് വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് ഒരു 25 കിലോ അരി ആട്ട അങ്ങനത്തെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ വെയിറ്റ് സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഇത് നമ്മൾ കാണുന്നത് ഒരു യൂണിറ്റ് ആണ്. ഈ ഒരു കാണുന്നത് ഒരു പുൾ ഔട്ട് യൂണിറ്റ് ആണ്. ഇതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും വരിക. ഇതിനകത്ത് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതെ, ഇതൊരു യൂണിറ്റ്. പിന്നെ അതേമാതിരി തന്നെ ഇത് വരുന്നത് വേറൊരു ഡബിൾ ഡ്രോ ആയിട്ടൊരു യൂണിറ്റ് ആണ്. ഇതേമാതിരി വയേർഡ് ബാസ്ക്കറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് കാണുന്നത് ഇതിലിപ്പോ ഓൾറെഡി വരുന്ന ഒരു 4 യൂണിറ്റ്സിൽ കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് പ്രിഫർ ചെയ്യാം ഇതിൽ ഏത് വേണമെന്നുള്ളത്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അവരുടെ ചോയ്സ് അനുസരിച്ച് അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതിന്റെ ടോപ്പ് നമ്മൾ ചെയ്യുന്നതാണ്, അല്ല ടോപ്പ് കസ്റ്റമർ സ്കോപ്പിൽ ചെയ്യുന്നതാണ്. ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ ഗ്രാനൈറ്റോ മാർബിളോ നാനോവൈറ്റോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ചെയ്യാം. ഇതിന് വേറൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, വേറൊരു സപ്പോർട്ട് ആവശ്യമില്ല. കാരണം നമ്മൾ ഏതായാലും ഇതിന്റെ മുകളിൽ ഡയറക്റ്റ് നമ്മൾക്ക് മെഷർമെന്റ് എടുത്ത് ഫിക്സ് ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. സിലിക്കോൺ കമ്മിങ് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കേറ്റിംഗ് വരുന്നത് ഇപ്പൊ ഇതെല്ലാം നമുക്ക് ഈസി ക്ലീനബിൾ ആണ്. അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഭാഗം ക്ലീൻ ചെയ്യാൻ പറ്റും. അതെ, ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം. ഇത് വരുന്നത് നമ്മുടെ ക്രോക്കറി യൂണിറ്റ് ആണ്. അതുപോലെ ഇത്
ബേസ് ഇത് 2 യൂണിറ്റ് ആയിട്ട് വരുന്നതാണ്. ഇത് താഴെ ഒരു ബേസ്, അത് മുകളിൽ വേറെ ഒരു യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇതിന് പല സൈസസിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോ 2 ഡബിൾ ഡോറിന്റെ കസ്റ്റമർ മതിയെങ്കിൽ ആ പ്രിഫറൻസിൽ നമുക്ക് ഇതിൽ നമുക്ക് നമ്മുടെ സൈസ് എങ്ങനെയാണോ വരുന്നതെങ്കിൽ അതെ നമുക്ക് ഡിഫറെന്റ് സ്റ്റാൻഡേർഡ് സൈസസ് ഉണ്ട്. അപ്പൊ അത് വേണ്ട രീതിയിൽ കസ്റ്റമർ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. അതെ ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നമുക്ക് സെറ്റ് ചെയ്തുകൂടെ? അതെ നമുക്ക് ഇപ്പൊ നമ്മുടെ കിച്ചൺ സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ചോയ്സ്. ഇപ്പൊ നമുക്കൊരു 40+ കളർ ഷെയ്ഡ്സ് ഇതേമാതിരി പാലറ്റ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഷെയ്ഡ്സ് നമുക്ക് ഇതേമാതിരി സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഗ്ലോസി വേണമെങ്കിൽ ഗ്ലോസി, മാറ്റ് ഫിനിഷിൽ വേണമെങ്കിൽ മാറ്റ് ഫിനിഷ്, അങ്ങനെ സെറ്റ് ചെയ്യാം. ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആണ്. അതെ. പിന്നെ മുകളിൽ കാണുന്നത് നമുക്ക് വുഡൻ ടെക്സ്ചേഴ്സ് ആണ്. ഈ 4 ഷെയ്ഡ്സിൽ നമുക്ക് വുഡൻ ടെക്സ്ചേഴ്സിൽ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണോ? ഇത് സ്റ്റീലിന്റെ മുകളിൽ അപ്പോക്സി കോട്ടഡ് ആയിട്ടാണ്. അതെ, ഇതിപ്പോ ആദ്യം ഒരു കോട്ടഡ് വരും, അതിന്റെ മുകളിൽ സെക്കൻഡ് കോട്ടിംഗ് ആയിട്ട് നമുക്ക് വുഡൻ ടെക്സ്ചേഴ്സിലേക്ക് നമുക്ക് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. അതെ, ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കളേഴ്സ് വേണമെങ്കിൽ നമുക്ക്. അതെ നമ്മളിപ്പോ ഇതിനകത്ത് ഏകദേശം 50 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിനകത്ത് ഇല്ലാത്ത ഒരു കളർ, ഇപ്പൊ കസ്റ്റമേഴ്സിന് വേറെ ഇഷ്ടപ്പെട്ട ഒരു കളർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാൽ ഷെയ്ഡ്സ് വരെ കാണാം. അപ്പൊ റാൽ ഷെയ്ഡ്സിൽ സെർച്ച് ചെയ്തിട്ട് ഇപ്പൊ അത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് അവൈലബിൾ ആണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും കളർ അവൈലബിൾ ആണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാം. അപ്പൊ ഇത് കാണുന്നത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡിൽലെസ് മോഡലായിട്ടാണ്. ഇതിലിപ്പോ നോക്കിക്കഴിഞ്ഞാൽ അതെ ഇതിലിപ്പോ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു സ്പേസ് ആണ് ഉണ്ടാവുക. നമുക്ക് തുറക്കാൻ ഗോല എന്ന് പറയുന്ന ഒരു പ്രൊഫൈലാണ്. ഒരു സ്പേസ് മാത്രമേ ഉണ്ടാവുക ഇതിൽ. ഇത് ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അതെ ഇങ്ങനെയാണ് അകത്ത് ക്ലോസ്ഡ് ആണ്. അതെ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഓപ്പൺ ആണ്, പക്ഷെ അകത്ത് ഫുള്ളി ക്ലോസ്ഡ് ആണ്. അതെ ഇതിപ്പോ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓരോരോ മൊഡ്യൂൾസ് ആണ്. നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഇതേമാതിരി തന്നെ സെറ്റ് ചെയ്യാം. ഇതിനൊന്നും ഹാൻഡിൽ വരുന്നില്ല, നമ്മൾ അതെ ഹാൻഡിലേതായിട്ടുള്ള പ്രൊജക്ഷൻസ് ഇല്ല, പിന്നെ നമ്മൾ തട്ടി കൊളത്തുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. അതെ അപ്പൊ കസ്റ്റമറിന്റെ ചോയ്സ് ചെയ്താൽ അതനുസരിച്ച് തന്നെ നമുക്ക് ഇത് നമുക്ക് കളർ ചൂസ് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള കളേഴ്സ് ഏതാ വേണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രൈസിങ് എങ്ങനെയാണ് വരുന്നത്? സ്ക്വയർ ഫീറ്റ് ആണോ അതോ? അല്ലല്ല, നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മൊഡ്യൂൾ പ്രൈസിംഗ് ആണ് വരുന്നത്. ഇപ്പൊ ഇത് കാണുന്നത് ഒരു ടോൾ യൂണിറ്റ് ആണ്. നമുക്ക് ഇതിപ്പോ ഒരു പാൻട്രി യൂണിറ്റ് നമുക്ക് വരുന്നത്. ഇനിയിപ്പോ കസ്റ്റമറിന്റെ പ്രിഫറൻസ് അനുസരിച്ച് നോർമലി സ്റ്റോറേജ് ആണ് കൂടുതൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഇത് ഫുള്ളി ഷെൽഫായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് അതേമാതിരി തന്നെ ഇപ്പൊ കോർണറിൽ നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോ മാജിക് കോർണർ ആണ്. ഇപ്പൊ ഇതേമാതിരി ഉള്ളിൽ അലൈൻമെന്റ്സ് ഇങ്ങനത്തെ പിഗ്മെന്റ്സ് ഹൈഡ്രോളിക് ആയിട്ട് ഓപ്പണിംഗ് ആയിട്ടാണ്. ഇനി കസ്റ്റമർ ഇപ്പൊ ഇത് ഇങ്ങനത്തെ സെറ്റിംഗ്സ് വരുന്ന സമയത്ത് നമുക്ക് അതിന്റേതായിട്ടുള്ള കോസ്റ്റിന്റെ ഡിഫറൻസ് വരും. ഇപ്പൊ നോർമലി അത് വേണ്ട, കസ്റ്റമർക്ക് നോർമലി സ്റ്റോറേജ് ആയിട്ട് വെറും ഷെൽഫായിട്ട് മതിയെങ്കിൽ അതെ സ്റ്റോറേജ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തു കൊടുക്കാം. നമ്മൾ എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിൽ നമുക്ക് കസ്റ്റമർ ചോയ്സ് അനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഏതാണ് വേണ്ടതെന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇത് കാണുന്നത് ഒരു ഷട്ടർ യൂണിറ്റ് ആണ്. ഇപ്പൊ കസ്റ്റമർക്ക് ഡോർ ടൈപ്പ് അല്ലാതെ ഒരു ഷട്ടർ ആണ് താല്പര്യം, നമുക്ക് ഇതേമാതിരി ഷട്ടർ യൂണിറ്റ് ആയിട്ട് അതെ നമുക്ക് ചെയ്യാം. മിക്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ ഷട്ടർ യൂണിറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇത് കോർണറിൽ നമുക്ക് ഒരു എൽ ഷേപ്പ് അല്ല, ഇപ്പൊ കോർണർ യൂണിറ്റ് ഇത് പെന്റഗൺ യൂണിറ്റ് ആണ്. ഇതേമാതിരിയാണ് പ്രിഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാം. ഇത് തന്നെ വേണമെങ്കിൽ പുറമെ ഇതേമാതിരി ഗ്ലാസ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗ്ലാസ് ഓപ്ഷൻ. ഇതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അത് ക്ലിയർ ആയിട്ട് പറയാം. അതായത് കസ്റ്റമർ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ് കിച്ചൺ വേണ്ടത് നമുക്ക് ആ ഒരു ഡിസൈനിൽ തന്നെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാം. ഡിസൈനും അറിയാൻ പറ്റും, അത് ലൈവ് ആയിട്ട് തന്നെ കാണിക്കാൻ പറ്റും. അതെ പ്രൈസ് ഓരോ യൂണിറ്റ്സ് വെക്കുമ്പോൾ പ്രൈസിങ് അപ്പൊ തന്നെ നമുക്ക് സ്ക്രീനിന്റെ മുകളിൽ ഫ്ലാഷ് അപ്പൊ ഏതാണ് ബഡ്ജറ്റ് എന്നുള്ളത് കസ്റ്റമർ തന്നെ അപ്പൊ തന്നെ ഒരു ഫുൾ പിക്ചർ കിട്ടുകയും ചെയ്യും. അതെ അപ്പൊ ഇത് നമ്മളുടെ ഒരു കാണുന്ന ഇപ്പൊ ഡോർ ടൈപ്പ് ആയിട്ട് വരുന്നതാണ്. ഇപ്പൊ ഇത് ഡോർ ടൈപ്പ് ആയിട്ട് ഒരു ഷെൽഫ് പാർട്ടീഷൻ സ്റ്റോറേജ് ആയിട്ട് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഡോർ ടൈപ്പ് അല്ല, കസ്റ്റമർ ഇപ്പൊ ഒരു ഫ്ലാപ്പ് ഓപ്പൺ ടൈപ്പ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഇതേമാതിരി നമുക്ക് യൂണിറ്റ്സ് ഒക്കെ നമുക്ക് ഇതുപോലുള്ള പല ടൈപ്പ് ഓഫ് വെറൈറ്റീസ് അവൈലബിൾ ആണ്. നമുക്ക് എന്താണോ നമുക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് പ്രൈസിംഗും കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ ലൈവായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതെ തീർച്ചയായും. ഇപ്പൊ നമ്മൾ കണ്ട യൂണിറ്റുകൾ മിക്ക യൂണിറ്റുകളും സ്റ്റെയിൻലെസ് സ്റ്റീൽ അതേപോലെ തന്നെ സ്റ്റീലാണ്. എന്തുകൊണ്ട് സ്റ്റീല് ചൂസ് ചെയ്യണം? എന്താണ് ഇത് സ്റ്റീല് ചൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോഫിറ്റ് ഉള്ളത്? ഇതിനെല്ലാം ഉള്ള ഒരു ഒറ്റ സൊല്യൂഷൻ എന്താ വെച്ചാൽ ഇത് തന്നെയാണ് നമ്മുടെ എല്ലാത്തിനുള്ള ആൻസേഴ്സ്. അതായത് ഹൈജീൻ, നമുക്ക് വളരെ ഹൈജീൻ ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ഫംഗൽ ഫോർമേഷൻസ് അതെ മറ്റേലൊക്കെ ഉണ്ടാവുന്ന മാതിരിയുള്ള ഫംഗൽ ഫോർമേഷൻസ് അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാട്ടർ റെസിസ്റ്റൻസ് ആണ്, നമുക്ക് ഈസി വാഷബിൾ ആണ്. നമുക്ക് കിച്ചൺ എന്തെങ്കിലും കുറച്ച് സ്റ്റെയിൻസ് നമുക്ക് കിച്ചണിലൊക്കെ റഫ് യൂസ് ആണല്ലോ, അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് വാഷബിൾ ആണ്. എന്തെങ്കിലും ഈസി ആയിട്ട് വുഡ് ആണെങ്കിൽ അത്ര നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നം വരുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഹിഞ്ചസ് ആണ്. അറിയാലോ, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇത് വരുമ്പോൾ വുഡ് കണക്റ്റഡ് ആയിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ ലൂസ് അതെ ഡോറിന്റെ അലൈൻമെന്റ് വിട്ടുവരെ. ഇത് നമ്മുടെ ഒരു മോപ്പ് യൂണിറ്റ് ആണ്. ഈ ഒരു യൂണിറ്റ് നമുക്ക് മോപ്പ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി നമുക്ക് ഉള്ളൊരു യൂണിറ്റ്. അതെ ഇത് ഹിഞ്ചസ് എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്യാം. ഹിഞ്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോൺ ബ്രാൻഡാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന 304 SS304 ആണ് നമ്മുടെ ഹിഞ്ചസ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഹിഞ്ചസ് വരുന്നത്. ഇത് നമ്മുടെ ഓൾറെഡി വരുന്നത് ഇതിന്റെ ഡോർ എലിമെന്റ് സോഫ്റ്റ് ക്ലോസിംഗ് ആണ് വരുന്നത്.
ഈ ഇതാണ് ഇതിന്റെ സിസ്റ്റം. സ്ലോ ആയിട്ട് ക്ലോസ് ആവും. അതെ, അപ്പൊ അതിന്റെ സൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പോകുമ്പോൾ അടയ്ക്കുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ട് ക്ലോസ് ആവുള്ളൂ. പിന്നെ എന്തെങ്കിലും കംപ്ലൈൻസ്, നമ്മൾ 15 years ആണ് കമ്പനി വാറന്റി വരുന്നത്. അതെ, എന്തെങ്കിലും കംപ്ലൈൻസ് കാര്യങ്ങൾ നമുക്ക് നോർമലി വരാറില്ല. വന്നാൽ തന്നെ ഈ 15 years പീരീഡിലാണെങ്കിൽ നമുക്ക് അതിന് പ്രശ്നമാണെങ്കിൽ ഇത് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാവുന്ന. നമുക്കിപ്പോ ഈ ഒരു ഡോർ ഒക്കെ ഫുള്ളി സോളിഡ് ആണോ അതോ ഇതിന്റെ അകത്ത് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇതിന്റെ ഉള്ളിൽ നമ്മൾ വരുന്നത് ഡബിൾ ലെയർഡ് ആണ്. രണ്ട് സൈഡും നമ്മൾ ഇതേമാതിരി തന്നെ കാണുന്ന മാതിരി തന്നെയാണ് കവേർഡ് ആണ്. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ പഫ് അല്ല യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിൽ ഓൾറെഡി സ്റ്റീലിന്റെ തന്നെ സ്റ്റിഫ്നേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ഞളങ്ങുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. അതായത് സോളിഡ് പോലെ തന്നെയാണ്. അതെ, എങ്ങനെ വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ വേപ്പറൈസ് ക്ലീനിങ്, ഇപ്പൊ കോൾഡ് വാട്ടർ, ഹോട്ട് വാട്ടർ, ഇനി ഈവൻ വേപ്പറൈസ് ക്ലീനിങ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഒരു 2 weeks. അതെ, മൈക്രോ ബാക്ടീരിയ വരെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇപ്പൊ നമുക്ക് സ്റ്റീം വാഷ് ആണെങ്കിലും ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ വെറുതെ ഇതിൽ ഇങ്ങനെ പറയല്ല, നമ്മൾക്ക് കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതേമാതിരി ചെറിയ മൈക്രോ ബാക്ടീരിയാസ് വരെ നമുക്ക് ക്ലീൻ ചെയ്ത് അത്രയും ഹൈജീൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ധൈര്യമായിട്ട് സ്റ്റീം വാഷ് തന്നെ ചെയ്യാൻ പറ്റും. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. അതെ, നമുക്കിത് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു ഇതാണ്, ഇത് കളർ ഫെയ്ഡ് ആവും, അതുപോലെ തന്നെ ഇത് പൊളിഞ്ഞു വരുമോ ഇല്ല. നമ്മുടെ എല്ലാം വരുന്നത് ഓവൻ ബേക്ക്ഡ് ആണ്. ഹൈ ഡിഗ്രിയിൽ ബേക്ക് ചെയ്തിട്ടാണ് ഓരോ കളേഴ്സ് ഇംപ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് സ്റ്റീം വാഷ് ചെയ്താലും കളേഴ്സ് പോവുക, ഫെയ്ഡ് ആവുക, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വാറന്റി എന്ന് പറഞ്ഞാൽ എല്ലാം വാറന്റിഡ് ആണ്. ഇന്ന ഭാഗത്തിന് വാറന്റി, ഇന്ന ഭാഗത്തിന് വാറന്റി ഇല്ല എന്നല്ല. പ്രൊഡക്റ്റിലെ എല്ലാ പാർട്സും എല്ലാ പിഗ്മെന്റ്സും വാറന്റിഡ് ആണ്. അതെ, എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പുൾ ഡൗൺ യൂണിറ്റ് ആണ് വരുന്നത്. ഇതിപ്പോ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോ ഏതാണ് ഇപ്പൊ കസ്റ്റമർ ഇതിപ്പോ നോർമലി ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വരും. അടുത്തേക്ക് വരും. അതെ, കുക്കിങ്ങിന്റെ സ്പേസിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ, ഇപ്പൊ മസാലാസ് അങ്ങനത്തെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. അതെ, നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നോർമലി സിമ്പിൾ ആയിട്ട്. അതെ, നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂലേ? അതെ, ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യേണ്ട പർപ്പസ് വരുന്നില്ല നമുക്ക്. അതായത് ഇതിപ്പോ എല്ലാം സോഫ്റ്റ് ക്ലോസിംഗ് ആണ്. ഇപ്പൊ ഇവിടെ നടത്തി കഴിഞ്ഞാൽ നോർമലി സോഫ്റ്റ് ആയിട്ട് പോയിട്ട് ക്ലോസ് ആവും. സൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇവരുടെ സ്ഥാപനത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, നമ്മുടെയൊക്കെ കിച്ചണിന്റെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വുഡാണ്. പല ടൈപ്പ് ഓഫ് വുഡ് ആയിരിക്കും. ഇവര് 0 വുഡാണ് ഇവരുടെ സ്ഥാപനത്തിൽ. ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതേപോലെ തന്നെ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് കിച്ചണും അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഇവർ ചെയ്യുന്നത്. ഇവർ അതേപോലെ തന്നെ ട്രീ കട്ട് ചെയ്യുന്നതിന് പകരം, മരം കട്ട് ചെയ്തിട്ട് വുഡ് ഉപയോഗിക്കുന്നതിന് പകരം ഇവർ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഒരു വർക്ക് ഇവർ ചെയ്തതിന് ശേഷം ഒരു ട്രീ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 0 വുഡ് ആണ് നമ്മുടെ പ്രൊഡക്ട്സ് വരുന്നത്. നമ്മളൊരു കസ്റ്റമറുടെ നെയിമിൽ ഇത് ഓൾറെഡി എന്താ വെച്ചാൽ ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കസ്റ്റമറുടെ നെയിമിൽ ഒരു ട്രീ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, റൂമിലേക്ക് വേണ്ട വാർഡ്രോബ്സ്. ഇപ്പൊ ഇത് കാണുന്നത് സ്ലൈഡിംഗ് ടൈപ്പ് ആണ്. സ്ലൈഡിംഗ് ടൈപ്പ്. അതെ, മുകളിലും താഴെയായിരിക്കും ഇതിന്റെ ചാനൽസ് വരും. ഒരുപാട് ഡോറും കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് വരും. ഇതിന് പല സൈസസ് ഉണ്ട്. ഇപ്പൊ കസ്റ്റമറുടെ പ്ലാനിന്റെ റിക്വയർമെന്റ്സ് ഇതിപ്പോ വരുന്നത് 210 ആണ്. അങ്ങനെ പല സൈസസിൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ റൂമിന്റെ സൈസ് എങ്ങനെയാണെങ്കിൽ ആ സൈസിന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടോപ്പ് പോർഷൻ ടോപ്പിൽ വരുന്ന ലോഫ്റ്റ്. അതെ, ഇനിയിപ്പോ മുകളിൽ വേണമെങ്കിൽ നമുക്ക് പിക്ചേഴ്സ് ഇതേമാതിരി ഹൈ റെസൊല്യൂഷൻ പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ ഫാമിലി പിക്സ് അങ്ങനെ വേണമെങ്കിൽ അതേമാതിരി ചെയ്യും. അതെ, റിക്വയർമെന്റ്. ഇതൊന്നും കളർ പോകുന്നൊന്നല്ല. ഇല്ല, എല്ലാം നമ്മുടെ ഫാമിലി ഫോട്ടോ ഒക്കെ വെച്ചാലും കളർ പോകുന്നില്ല, ഡാമേജ് ആവുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് കോട്ട ഇതിപ്പോ വരുന്ന കിങ് സൈസ് ആണ്. അതെ, ഇതിപ്പോ വരുന്നത് സ്റ്റോറേജ് ആയിട്ട് വരുന്ന ടൈപ്പ് ആണ്. ഇനിയിപ്പോ നമുക്ക് സ്റ്റോറേജ് ഏത് പാറ്റേണിലാണെങ്കിൽ ഏത് ടൈപ്പ് കോട്ടാണെങ്കിലും നമുക്ക്. അതെ, ഇപ്പൊ അതുപോലെ തന്നെ നമുക്ക് ബങ്ക് ബെഡ്, ഇപ്പൊ മോസ്കിറ്റോ ബെഡ് അങ്ങനെ വരുന്നത്. പിന്നെ സ്റ്റോറേജ് ഇല്ലാത്ത വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്കിതൊരു ഹാൻഡിൽ ടൈപ്പ് മോഡലാണ്. ഇനിയിപ്പോ ഹാൻഡിൽ ലെസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. ബിൽറ്റ് ഇൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സങ്കൻ ഹാൻഡിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ സൈസിനനുസരിച്ച്, നമ്മുടെ പ്രൈസ് റേഞ്ചിനനുസരിച്ച് ചെയ്യാം. അതെ, ഇപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പ്രൈസ് കൂടി പോകുന്നുള്ള ഒരു ചിന്താഗതി പൊതുവെ ഉണ്ടാവും. അപ്പൊ നമ്മളെ പ്രൈസ് നോർമലി നമ്മളെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ നമ്മുടെ ഓരോ യൂണിറ്റ്സിൽ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഓരോ യൂണിറ്റ് പ്രൈസ് ആണ് വരുന്നത്. അതേമാതിരി തന്നെ ഓരോ യൂണിറ്റ്സിൽ ഏതൊക്കെ അക്സറീസ് ആഡ് ഓൺസ് വരുന്നു അതെ. അപ്പൊ കസ്റ്റമർ ചോയ്സ് അനുസരിച്ച് പറഞ്ഞ മാതിരി തന്നെ അവരുടെ ബഡ്ജറ്റിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് അസിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പൊ കിച്ചൺ അല്ലാതെ നമുക്ക് റൂമിലേക്കുള്ള വാർഡ്രോബ്സ് എല്ലാ ഇന്റീരിയേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ ആസ് ഓഫ് ഇതിൽ കസ്റ്റമറുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി നമ്മൾ ഒരു ബണ്ടിൽ എന്ന് പറയുന്ന ഒരു ഓഫറും കൂടി ഇപ്പൊ കണക്റ്റഡ് ആണ്. ഇപ്പൊ നോർമലി ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ ഇപ്പോൾ കിച്ചൺ ചെയ്യുന്ന ഒരു കസ്റ്റമറിന് അവർക്കൊരു നിശ്ചിത ഒരു വാല്യൂവിൽ വരുന്ന സമയത്ത് നമ്മൾക്ക് പിന്നെ അവരുടെ റൂമിലേക്ക് വേണ്ട വാർഡ്രോബ്സ് അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഒരു ബെറ്റർ പ്രൈസിലായിരിക്കും അത് കമ്പനി കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോ നമ്മുടെ പറഞ്ഞ മാതിരി തന്നെ ഹിഞ്ചസ് എല്ലാം SS304 പറഞ്ഞിരുന്നു. ഇത് ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡിസ്പാനിൽ ചെയ്തിട്ട് നമുക്ക് അതെ 2 ഇതിന്റെ മുകളിലാണ് ഇതിന്റെ ഇത്രയും ഒരു വെയിറ്റില് ജസ്റ്റ്
ഇത്രയേ ഉള്ളൂ ഇതിന്റെ process. നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ? അതെ അതെ ഓക്കെ ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് സ്ക്രൂ ഒന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണ്ട ഇനി ഇൻ കേസ് നമുക്ക് ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈസി വളരെ ഈസി അതെ ആയിട്ട് അതെ ക്ലീൻ ചെയ്യാൻ പറ്റും അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് റീഫിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. റിമൂവ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ക്ലീനിങ് ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വളരെ ഈസി ആയിട്ട് തന്നെ റീഫിക്സ് അതെ. ചെയ്യാം അല്ലേ? അതെ. Okay. നമുക്ക് ഈ സോഫ നമ്മുടെ പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മുടെ പ്രോഡക്റ്റ് അല്ല, നമ്മുടെ ഓൾറെഡി ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്പോൾ സോഫ ഉണ്ട്, നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സ്റ്റീൽ സ്പൈൻ ആണ് വരുന്നത് ഉള്ളിൽ. അതെ അതെ, മറ്റേതിനുള്ള മാതിരി തന്നെ ഈ ഫംഗൽ ഫോർമേഷൻസ് ഉള്ളത്, അതേമാതിരി ടെർമൈറ്റ്സ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അതെ അതെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീടിന്റെ ഫുൾ ഇന്റീരിയർ വർക്ക് വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അതേപോലെ തന്നെ സ്റ്റീലൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലാണ് ഇവരുടെ സ്ഥാപനം ഉള്ളത്. ബർത്ത് ലിവിംഗ് എന്നാണ് ഇവരുടെ സ്ഥാപനത്തിന്റെ പേര്. നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? നമ്മുടെ വരുന്നത് കോഴിക്കോട് കനകാലയ ബാങ്കിൽ നിന്ന് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് വരുന്ന KVR ജീപ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പൊ ഒരു നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾക്ക് നമ്മളുടെ ഇവിടെ വന്ന് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ അവർ അബ്രോഡൊക്കെ ഉള്ളവരാണെങ്കിൽ, ഇപ്പൊ വരാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഇതേമാതിരി നമ്മൾ നേരത്തെ കാണിച്ച വേണ്ടി പ്ലാനറിൽ ആ പ്ലാൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത് ഗൂഗിൾ മീറ്റ് ചെയ്ത് എത്ര എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് കറക്റ്റ് എമൗണ്ട് കാര്യങ്ങളൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത്. അതെ അതെ. അതുപോലെ തന്നെ അവർക്ക് എപ്പോഴെങ്കിലും വന്ന് ഷോറൂം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രൊഡക്ട്സ് നേരിട്ട് ടച്ച് ആൻഡ് ഫീൽ സംഭവങ്ങൾ ചൂസ് ചെയ്യാൻ. ചൂസ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ താങ്ക്സ്.